ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കും, അത് പ്രൊഫഷണലി ആയാലും കരിയർ ഗ്രോത്തിലായാലും. ഫെയിലിയർ മേക്സ് മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ്. ഈ ഇൻഡസ്ട്രിയിൽ ഡിമാൻഡ് നല്ലോണം ഉണ്ട്, പക്ഷെ സപ്ലൈ കുറവാണ്. കേരളത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് GEC ഇന്ന് ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. ടൈംലി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ശരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളത് ഡിലേ ചെയ്ത് വെച്ച് നാളെ മറ്റന്നാൾ പിന്നെ നടക്കില്ലെന്ന് പോലും നമുക്കറിയില്ല. അസർ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അസർ ICUകളിൽ ഡ്യൂട്ടി എടുക്കുന്നുണ്ട്, അതേപോലെ അനസ്തീഷ്യ ഡ്യൂട്ടികൾ എടുക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ എനിക്കറിയാം ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തം ഇപ്പം നടക്കുന്നത് ഹൈലൈറ്റ് ഗ്രൂപ്പിൻ്റെ പുതിയ ഹെൽത്ത് കെയർ വെഞ്ചറിനെ ലീഡ് ചെയ്യുന്നത് ഡോക്ടർ അസറാണ്. അതിൻ്റെ എലാനയൻ ഹോസ്പിറ്റലിലെ CEO അസറാണല്ലോ. അപ്പോൾ ഇതിനൊക്കെ സമയം എങ്ങനെ കണ്ടെത്തുന്നതെന്ന്? ബേസിക്കലി എനിക്കായാലും അമേരിക്കൻ പ്രസിഡന്റിനായാലും ഉള്ളത് 24 മണിക്കൂർ തന്നെയാണ് ഒരു ദിവസത്തിൽ. ക്ലിനിക്കൽ വർക്ക്സ് എടുക്കുന്നുണ്ട്, ഒരു പ്രൊഫഷണൽ കരിയർ അതിൻ്റെ ഒപ്പം തന്നെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഒരു കുറച്ചും കൂടി ഡൈവേഴ്സിഫിക്കേഷൻ ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ഇപ്പം ഹൈലൈറ്റ് ഗ്രൂപ്പിനെ തന്നെ എലാനയൻ വുമൻസ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഒരു പ്രീമിയം സെഗ്മെന്റുള്ള ഒരു വുമൻസ് ഹോസ്പിറ്റലായിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. അതെ അതെ. അപ്പോൾ ഇനി ഒരുപാട് അങ്ങനത്തെ പ്രൊജക്ട്സ് മുന്നോട്ട് വരാനുണ്ട്. GECനെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ എപ്പോഴും സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഞാൻ പറയാറുണ്ട്, നമ്മൾ ഒരു ചെറിയ കാര്യത്തിൽ ഒതുങ്ങി നിൽക്കരുത് എപ്പോഴും. ഞാൻ പ്രൊഫഷണലി ഡോക്ടറാണ്, ക്ലിനിക്കലി ഞാനത് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒപ്പം ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കും, അത് പ്രൊഫഷണലി ആയാലും കരിയർ ഗ്രോത്തിലായാലും. അങ്ങനെ പറയുമ്പോൾ ഡോക്ടർ അസർ ഒരു മൾട്ടിപ്രൂണർ എന്ന് പറയാം അല്ലേ? അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ശരിക്കും ഈ ഒരു ഡൈവേഴ്സ് ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്. പിന്നെയും ഭാവിയിൽ നമുക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ട്. അത് ഹെൽത്ത് കെയർ വെഞ്ചേഴ്സ് ആയാലും എഡ്യൂക്കേഷണൽ വിങ് ആയാലും ഒരുപാട് പ്ലാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇനി സക്സസ്ഫുൾ ആവണം, അതിന് ദൈവം സഹായിക്കട്ടെ. എന്തായാലും ഷുവർ. ഞാൻ അസറിനെ കുറിച്ച് പറയുമ്പേ ഞാനെപ്പോഴും എനിക്ക് തോന്നുന്നത് അസർ എങ്ങനെ ഒരു പ്രോക്രാസ്റ്റിനേഷൻ തീരെ ഇല്ലാത്ത ഏറ്റവും കുറവുള്ള ഒരാളായിട്ടാണ് ഞാൻ അസറിനെ കാണുന്നത്. കാരണം തീരെ ഒരു കാര്യങ്ങളും പിന്നീടേക്ക് മാറ്റിയൊക്കെ അറിയില്ല. അതായത് എന്തെങ്കിലും ഒരു കാര്യം പറയാതെ അപ്പം തീരുമാനമാക്കാം. നമ്മുടെ എവറസ്റ്റ് ബേസ്മെന്റ് ക്യാമ്പ് പോയത് നമ്മൾ തീരുമാനിച്ച അന്ന് തന്നെ അതിനുള്ള ബുക്കിംഗ് ചെയ്തിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് കൊണ്ട് ബുക്ക് ചെയ്തിട്ടാണ് അസർ അതിൻ്റെ റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ടൈം ഒന്നും വെയിറ്റ് ചെയ്യില്ല. ടൈം ഇപ്പൊ പോലും ടൈം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് ഉറങ്ങുന്നതിന് മുന്നേ എന്തായാലും അത് ചെയ്ത് തീർക്കണം എന്നൊരു കാര്യം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് എന്ത് ടാസ്ക് ആയാലും ശരി, നമുക്കത് ടൈംലി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ശരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളത് ഡിലേ ചെയ്ത് വെച്ച് നാളെ മറ്റന്നാൾ പിന്നെ നടക്കില്ലെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ എന്താണോ തീരുമാനിക്കുന്നത് അതിൽ വരും വരായികൾ ചിലപ്പോൾ ഉണ്ടാവാം. ചിലപ്പോൾ നമ്മൾ ചെയ്ത തീരുമാനങ്ങൾ അല്ലെങ്കിൽ എടുത്ത തീരുമാനങ്ങൾ ചിലപ്പോൾ തെറ്റായിരിക്കാം. നാളെ നമുക്ക് തിരുത്താം. അത് തിരുത്തി ഒന്നും കൂടി നമുക്ക് മുന്നോട്ട് പോകാമെന്ന് ഞാൻ നല്ലൊരു തോട്ടാട്ടോ വായിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് പരാജയപ്പെടുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടാവാം. അല്ല, പരാജയപ്പെടുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു ഫെയിലിയേഴ്സ് എന്നാണ് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത്. ഇപ്പം നമ്മൾ തന്നെ ഈ ഒരു കോഴ്സ് ഇങ്ങനെ മോഡുലേറ്റ് ചെയ്ത് എടുത്തത് നമുക്ക് പറ്റിയിട്ടുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്സ് നമ്മൾ റിയലൈസ് ചെയ്ത് അത് കറക്റ്റ് ചെയ്തുകൊണ്ടാണ്. നാളെ ഇനി എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും കറക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മോഡിഫൈ ചെയ്ത് പോകും. ഇപ്പോൾ റീസെൻ്റ്ലി ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഭയങ്കരമായിട്ട് മുന്നോട്ട് വരുമല്ലോ. അപ്പോൾ AI എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്ന് ആലോചിച്ചിട്ട് നമ്മൾ AI ഇൻ ഹെൽത്ത് കെയർ എന്നിട്ടൊരു മോഡ്യൂൾ റീസെൻ്റ്ലി നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കോഴ്സിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ പ്രൊഫഷണലി എഡ്യൂക്കേഷൻ കരിയർ എല്ലാം നമുക്ക് ഒരുമിച്ച് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഫെയിലിയർ മേക്സ് മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ ഇന്ന് പരാജയപ്പെടുന്ന ഒരു കാര്യമാണ് നാളെ അതിന് എന്ത് തെറ്റിതിരുത്തി നമുക്ക് മുന്നോട്ട് ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് പോകാൻ നമ്മളെ തന്നെ പഠിപ്പിക്കാം. ഇപ്പം ഒരു വെഞ്ചർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് വിജയിച്ചതിനേക്കാളും അധികം അത് എന്തുകൊണ്ട് പരാജയപ്പെട്ട ആൾക്കാരെ നമ്മൾ കണ്ട് പഠിക്കേണ്ടത്. പിന്നെ ഈ പെട്ടെന്ന് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഷോർട്ട് ടേം കോഴ്സുകൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം ഇതിലൊക്കെ കണ്ടിട്ടുള്ളത് എന്താ വെച്ചാൽ ഈ കോഴ്സുകളൊക്കെ ഒരു സീസണലാണ്. ഒരു ട്രെൻഡ് ഒരു സീസണിൽ ഉണ്ടാവും, കുറച്ച് കാലം കഴിഞ്ഞാൽ അതിൻ്റെ അതങ്ങ് പോകും. അപ്പം ആ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് GECക്ക് എന്താണ് പറയാനുള്ളത്? എന്താണ് പ്ലാന്, GECൻ്റെ പ്ലാനുകൾ? എന്തുകൊണ്ട് നമുക്ക് ഈ GECൻ്റെ കോഴ്സുകൾ അങ്ങനെയല്ല എന്ന് പറയാൻ പറ്റും? GEC നമ്മൾ ഹെൽത്ത് കെയറിലാണ് ഫോക്കസ് ചെയ്യുന്നത്. മനുഷ്യനും ആശുപത്രികളും ആരോഗ്യ മേഖലയും ഇതെപ്പോഴാണ് തീരാ? അത് ഇതിനൊരു അവസാനമില്ലല്ലോ. എന്ന് വരെ മനുഷ്യന്മാരുണ്ടോ അന്ന് വരെ ഈ ആരോഗ്യ മേഖല എന്നുള്ളത് ഒരു സ്ട്രോങ് പില്ലറായിട്ട് എക്സിസ്റ്റ് ചെയ്യും. ആ സ്ട്രോങ് പില്ലറിന്റെ ഒരു അടിത്തറ എന്നുള്ളത് അതിന്റെ വളരെ അതിനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്ട് ആണ്. നമ്മൾ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്റ്റിലെ ഒരു സ്കിൽ ഡെവലപ്മെന്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല ചേഞ്ചിങ് ട്രെൻഡ്, ചേഞ്ചിങ് പാറ്റേൺ ഏതൊരു ഇൻഡസ്ട്രിയിലും ഉണ്ടാവും. ആ ഒരു ട്രെൻഡിനനുസരിച്ച് നമ്മളും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കിപ്പോൾ കോഴ്സിൻ്റെ കൂടെ അഡീഷണലി പല മോഡ്യൂൾസ് നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. നമ്മൾ കുറച്ചായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയിൽ ഡിമാൻഡ് നല്ലോണം ഉണ്ട്, പക്ഷെ സപ്ലൈ കുറവാണ്. റാദർ ഒരു സ്കിൽഡ് ആയിട്ടുള്ള മാൻ പവർ സപ്ലൈ കുറവാണ്. അപ്പം ആ ഒരു സ്കിൽ നമ്മൾ അപ് സ്കിൽ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ സപ്ലൈ ഡിമാൻഡ് അവിടെ മീറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും ഈ ഒരു ആരോഗ്യ മേഖലയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ട്. ഇനിയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഡെഫിനറ്റ്ലി
നമുക്കുണ്ടാവും. ഈ GECന്റെ ഇത്രയും കാലത്തെ ഒരു ഗ്രോത്ത് എക്സ്പാൻഷൻ എങ്ങനെയായിരുന്നു? അതുപോലെ ഫ്യൂച്ചറിൽ നമ്മളുടെ എക്സ്പാൻഷൻ പ്ലാനുകൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റും? GEC നമ്മൾ തുടങ്ങുന്നത് ശരിക്കും വിരലെണ്ണാവുന്ന ഒരു 8 കുട്ടികൾ വെച്ചിട്ടായിരുന്നു. പക്ഷെ ഇന്ന് അവിടുന്ന് കേരളത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് GEC ഇന്ന് ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല റീസെൻ്റ്ലി നമുക്ക് ബെസ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു അവാർഡും നമുക്ക് കിട്ടിയിരുന്നു. അപ്പം ഈ ഒരു മേഖലയിൽ ഇനീഷ്യലി നമ്മൾ കാലിക്കറ്റാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കാലിക്കറ്റാണ്. നമ്മൾ തൃശ്ശൂരും മലപ്പുറവും എക്സ്പാൻഷൻ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ. പക്ഷെ ഒബ്സർവ് ചെയ്തൊരു കാര്യം, പലപ്പോഴും പല ദൂര സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരും ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ കാലിക്കറ്റിൻ്റെ സമയത്ത് തന്നെ നമുക്ക് ഇവൻ കാസർഗോഡ് നിന്നും എറണാകുളത്തു നിന്നൊക്കെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഈവൻ കേരളത്തിന് പുറത്തുണ്ടായിരുന്നു. നമുക്ക് ഗൂഡല്ലൂർ, തമിഴ്നാട് ബോർഡിൽ നിന്നൊക്കെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവരൊരു ഡിമാൻഡ് കണക്കാക്കി നമ്മൾ ഓൺലൈനായിട്ട് നമ്മുടെ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തു. 2 കോഴ്സും, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റും നമ്മൾ ഓൺലൈനായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ട് നമ്മൾ മൂവ് ചെയ്തപ്പോൾ ഞാൻ പേഴ്സണലി ഏറ്റവും അധികം എഫേർട്ട് എടുത്ത് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരിക്കലും നമ്മൾ ഈ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ഇരിക്കുന്നതിൻ്റെ ഒരു എഫിഷ്യൻസി ഓൺലൈനിൽ കിട്ടുന്നില്ല എന്നൊരു കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ആ ഒരു തോട്ട് നമ്മുടെ ഒക്കെ മൈൻഡിൽ എപ്പോഴും ഉണ്ട്. അതെങ്ങനെ ചേഞ്ച് ചെയ്യാന്നുള്ള ആലോചിച്ചുകൊണ്ട് നമ്മൾ ഒരു ട്രഡീഷണൽ റെക്കോർഡഡ് ക്ലാസ്സസ് സെഷൻ എന്ന പാറ്റേൺ നമ്മൾ ഒഴിവാക്കി. നമ്മൾ ചെയ്തത് സ്റ്റുഡൻസിന് നേരിട്ടൊരു ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്യാൻ വേണ്ടി അവർക്ക് ലൈവ് ആയിട്ടുള്ള സെഷൻസും അതിനോടൊപ്പം തന്നെ ഒരു ഡിജിറ്റൽ ബോർഡ് അസിസ്റ്റ് ചെയ്തിട്ടുള്ള ഇന്ററാക്റ്റീവ് ആയിരുന്നു. അപ്പോൾ ഒരിക്കലും ഒരു ക്ലാസ്സിൽ നിന്നിട്ടുള്ള ഒരു ബോറടി ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മളൊരു റെക്കോർഡ് സെഷൻസ് ആണെങ്കിൽ 1.5x 2.2x ഇട്ടിട്ട് നേരെ സ്പീഡിൽ കാണാൻ ഓണാക്കിയിട്ട് പോകും. അപ്പൊ അത് ഒഴിവായിക്കൊണ്ട് എങ്ങനെ ഇവരെ ഏറ്റവും അധികം എൻഗേജ് ചെയ്തിരുന്നുണ്ട്, ഓൺലൈനിലാണ് എന്ന് ഫീൽ ചെയ്യാതെ ഒരു ഫേസ് ടു ഫേസ് സെഷന്റെ ഫീൽ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ട്രെയിനേഴ്സ് എല്ലാവരും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ GEC കാലിക്കറ്റും തൃശ്ശൂരും ഓൺലൈൻ സെഗ്മെന്റിലുമായിട്ട് ഇപ്പം ഓൾമോസ്റ്റ് മന്ത്ലി നമ്മൾ ഓരോ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഒരു ബാച്ചിൽ ഒരു മാക്സിമം 20-22 അതിൻ്റെ അപ്പുറം നമ്മൾ അക്കോമഡേറ്റ് ചെയ്യാറില്ല. കാരണം ആ ഒരു 1-to-1 ട്രെയിനിങ്ങും അറ്റൻഷനും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ആ സ്കിൽ ഡെവലപ്മെന്റ് എന്നുള്ളതിൽ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വലിയൊരു ക്രൗഡിനെ പ്രീച്ച് ചെയ്യുന്ന പോലെ അല്ല, ഇത് ക്രൗഡിനെ പ്രീച്ച് ചെയ്യാന്നുള്ളതല്ല, വരുന്ന ആൾക്കാർ നമ്മൾ എങ്ങനെ റൈറ്റ്ലി അപ്സ്കിൽ ചെയ്യാം എന്നുള്ളതാണ് ഇതിന് നമ്മുടെ ഒരു മോട്ടീവ്. പറഞ്ഞ സർ, ഈ മറ്റ് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് GECയുടെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എങ്ങനെ വ്യത്യസ്തമായിട്ടിരിക്കുന്നത്? അതിന് ഉത്തരം ഒറ്റ വാക്കാ, സ്ട്രോങ് അക്കാഡമിക്സ്. വേറെ ഒന്നുമില്ല അതിൽ. കാരണം നമ്മുടെ ആ അക്കാഡമിക്സിൽ ശ്രദ്ധിച്ചൊരു കാര്യം, ഒന്ന്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ട്രെയിൻ ചെയ്യുന്നത് ഡോക്ടേഴ്സാണ്. 2, ഇതിൽ അഡീഷണലി ആഡ് ചെയ്തിട്ടുള്ള മോഡ്യൂൾസ്, ഇപ്പോൾ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആയാലും ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആയാലും അക്കൗണ്ട് ആയാലും HR ആയാലും IT, ഹോസ്പിറ്റൽ സോഫ്റ്റ്വെയർ, ഇതൊക്കെ ട്രെയിൻ ചെയ്യുന്നത് ആ ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് ആണ്. സോ അതുകൊണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ്, കാരണം ഒരു ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്റർവ്യൂ ട്രെയിനിങ് സ്കിൽസ്, ഇംഗ്ലീഷ് സ്കിൽസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്തത് നമ്മൾ ആ ഒരു മോട്ടീവിൽ തന്നെയാണ്.